അടുത്ത വാർത്തയിലേക്ക് പോയാൽ പോലീസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നന്ദാവനം AR ക്യാമ്പിന് മുന്നിൽ SFIയുടെ പോസ്റ്റർ പതിച്ചിരിക്കുന്നു. ഭൂതകാലത്തെ മാടി വിളിക്കരുതേ എന്നും തങ്ങൾ എന്തിനും തയ്യാറെന്നുമാണ് ഈ പോസ്റ്ററിലെ വാചകം. പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി പ്രവർത്തകരെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ചാണ് ഈ നടപടി. ഗോപാൽ ഷീലാസനൽ ചേരുകയാണ്. ഗോപാൽ, അപ്പോൾ ഭരണം നഷ്ടപ്പെട്ടു, പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഷിഹാസ്, ഭരണം നഷ്ടപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ SFIയുടെ ഒരു യുദ്ധപ്രഖ്യാപനമാണ് നമ്മൾ കണ്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് ഈ ആഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ട് CPM പ്രവർത്തകർക്കും SFI പ്രവർത്തകർക്കുമെല്ലാം പോലീസിന്റെ മർദ്ദനമേറ്റിരുന്നു. അതിനെ വലിയ തോതിലാണ് പാർട്ടി വിമർശിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്ത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങ് തിരുവനന്തപുരത്തും ഒരു പ്രതിഷേധമുണ്ടായിരിക്കുന്നു. നന്ദാവനത്തെ പോലീസ് ക്യാമ്പിലാണ് SFIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റർ പതിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഭൂതകാലത്തെ മാടി വിളിക്കരുത് എന്നും എന്തിനും ഞങ്ങൾ തയ്യാറാണ് എന്നും സൂചിപ്പിച്ചുകൊണ്ടുള്ള 2 പോസ്റ്ററുകളാണ് SFI ഇവിടെ പതിപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ സംഘർഷത്തിനോടൊപ്പം തന്നെ ഇന്ന് രാവിലെ പോലീസ് ക്യാമ്പിൽ വെച്ച് നടന്ന കേക്ക് മുറി ആഘോഷത്തിലും SFIക്ക് വലിയ അതൃപ്തിയുണ്ട്. അതുകൂടാതെ മാസങ്ങളായി തന്നെ തിരുവനന്തപുരത്തെ SFIയും തിരുവനന്തപുരത്തെ പോലീസും തമ്മിൽ നേർക്കുനേർ യുദ്ധം, നേർക്കുനേർ ഏറ്റുമുട്ടൽ എന്ന തരത്തിലേക്ക് പല പ്രശ്നങ്ങളും നടന്നു പോവുകയാണ്. ശംഖുമുഖത്തും അതിനുശേഷം മാളിലുമൊക്കെ നടന്ന സംഘർഷങ്ങളെല്ലാം തന്നെ ഇതിന്റെ ചുവട് പിടിച്ചാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഘട്ടത്തിൽ ഈ യുദ്ധപ്രഖ്യാപനത്തെയും മുന്നറിയിപ്പിനെയും കാണേണ്ടത്. ഷിഹാസ്, ശരി, ഗോപാൽ ശീലാസനലാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഒരു കാര്യം വ്യക്തം, ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ SFIയും പോലീസും തമ്മിലായിരിക്കും തെരുവിൽ യുദ്ധം നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ 10 വർഷം KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ ആയിരുന്നു പോലീസുമായി നേർക്കുനേർ ഏറ്റുമുട്ടിയിരുന്നത്. കാഴ്ച മാറുകയാണ്, ഭരണം മാറിയിരിക്കുന്നു.